ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള വാദം തള്ളി സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വീണ്ടും രംഗത്ത് വരികയാണ്. 13 പാക് വ്യോമതാവളങ്ങളും 9 തീവ്രവാദ ക്യാമ്പുകളുമാണ് ഇന്ത്യൻ സൈന്യം ആക്രമിച്ചുവെന്നും പാകിസ്ഥാൻ ഇത് ചെയ്തു എന്നൊക്കെ വിദേശ മാധ്യമങ്ങൾ പറയുന്നത് സ്ഥിരതയുള്ളതല്ല, സത്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പാകിസ്ഥാന്റെ അക്രമത്തിൽ ഏതെങ്കിലും ജനൽ ചില്ല് തകർന്നതിന്റെ ചിത്രമെങ്കിലും കാണിച്ചു തരാനാകുമോ? ഇന്ത്യക്ക് അവർ കനത്ത നാശം വിതച്ചു എന്ന് പറയുന്നതിന് തെളിവായി ഒരു ചിത്രമെങ്കിലും പുറത്തുവിടാമോ? ഇതെല്ലാം അവർ വെറുതെ എഴുതി വിടുകയാണെന്നാണ് അജിത് ഡോവൽ പറയുന്നത്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ള പാകിസ്ഥാന്റെ വ്യാജ വാർത്തകൾക്ക് ഒരു കുറവും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പാകിസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിലുള്ള തീവ്രവാദ താവളങ്ങളിലേക്ക് വളരെ കൃത്യതയോടെ ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു. ഇതിൽ ലഭ്യമായ ഉപഗ്രഹ ചിത്രങ്ങളിൽ നാശനഷ്ടം വ്യക്തമാണ്. മെയ് 10 മുമ്പും അതിനുശേഷമുള്ള പാകിസ്ഥാന്റെ 13 വ്യോമതാവളങ്ങൾ ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിച്ചാൽ തന്നെ എല്ലാം വ്യക്തമാകുമെന്നാണ് അജിത് ഡോവൽ പറയുന്നത്. കഴിഞ്ഞ മാസം ഒരു വിമർശനം ഉയർന്നിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ യുദ്ധവിമാനങ്ങൾ നഷ്ടമായെന്ന് സംയുക്ത സൈനിക മേധാവിയുടെ പ്രസ്താവന വലിയൊരു രാഷ്ട്രീയ വിവാദമായിരുന്നു. പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ വിമർശനങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഉണ്ടായി. ഈ നഷ്ടങ്ങൾ സർക്കാർ വെളിപ്പെടുത്തണമെന്ന് കോൺഗ്രസ് അന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ 6 യുദ്ധവിമാനങ്ങൾ തകർത്തു എന്ന പാകിസ്ഥാൻ പ്രചാരണം കള്ളമാണെന്നും ജനറൽ ചൗഹാനാണ് അന്ന് പറഞ്ഞത്. അതായത് സർക്കാർ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറയുന്നിടത്ത് വരെ ഈ വിവാദം കൊണ്ടെത്തിച്ചിരുന്നു. അതിന് പിന്നാലെ ജൂൺ 10 ഇന്തോനേഷ്യയിലെ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു സെമിനാറിൽ ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ ഡിഫൻസ് അറ്റോഷയായിട്ടുള്ള ഇന്ത്യൻ നേവി ക്യാപ്റ്റൻ ശിവകുമാറിന്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന മെയ് 7 രാത്രിയിൽ പാകിസ്ഥാന്റെ അക്രമത്തിൽ ഇന്ത്യക്ക് യുദ്ധവിമാനങ്ങൾ നഷ്ടമായി. പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളെയോ സൈനിക ആസ്തികളെയോ ആക്രമിക്കരുത് എന്ന് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു എന്നായിരുന്നു അത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മെയ് 8 നടത്തിയ പത്രസമ്മേളനത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് എയർ ഓപ്പറേഷൻസ് എയർ മാർഷൽ അവധേഷ് കുമാർ ഭാരതി ഇന്ത്യയുടെ നഷ്ടങ്ങളെക്കുറിച്ച് പരോക്ഷമായി മാത്രമേ അന്ന് പ്രതിപാദിച്ചിരുന്നുള്ളൂ. നമ്മൾ ഇപ്പോൾ യുദ്ധത്തിലാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ യുദ്ധത്തിന്റെ ഭാഗമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. പക്ഷേ ഇതിനെതിരെ ഒരു വിമർശനമായാണ് ഇപ്പോൾ അജിത് ഡോവൽ വെളിപ്പെടുത്തലുമായി വരുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അജിത് ഡോവൽ പറയുന്നത്. ഒരു യുദ്ധമാണ്, നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ പ്രസ്താവനകളെല്ലാം ഇപ്പോൾ കാറ്റിൽ പറത്തി, അല്ലെങ്കിൽ അത് ഉണ്ടായിട്ടില്ല എന്നാണ് അജിത് ഡോവൽ പറയുന്നത്. പാകിസ്ഥാനിലെ വ്യോമതാവളങ്ങൾക്ക് കനത്ത നാശനഷ്ടം ഉണ്ടാക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിയുമെന്ന് കാണിച്ചു കൊടുത്തു. പാകിസ്ഥാൻ അത് തെളിയിച്ചു. ഇത് ചെയ്തു എന്ന് പറയുന്നത് വിദേശ മാധ്യമങ്ങളുടെ വിശ്വാസ്യതയും അജിത് ഡോവൽ ചോദ്യം ചെയ്യുകയാണ്. അതായത് ഇന്ത്യയിൽ ഇരുന്ന് ഉണ്ടായ പ്രസ്താവനകളും വിവാദങ്ങളെ എല്ലാം നീക്കി നിർത്തി വിദേശ മാധ്യമങ്ങളെ അടക്കം വിമർശിച്ചാണ് അജിത് ഡോവൽ പ്രസ്താവന പുറത്തു പറഞ്ഞിട്ടുള്ളത്. പറയുന്നത് പോലെ ഇന്ത്യയിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് തെളിവ് കൊണ്ടുവരാനും അജിത് ഡോവൽ വെല്ലുവിളിച്ചു. IIT മദ്രാസിൽ നടന്ന ചടങ്ങിനിടെയാണ് ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിൽ ഇന്ത്യക്ക് നഷ്ടമുണ്ടായിട്ടില്ല എന്ന വിവരം പറയുന്നത്. ഇത് എല്ലാം തള്ളിക്കളയുകയാണ്. അതായത് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നമ്മളും ചർച്ച ചെയ്തതാണ്. പല മാധ്യമങ്ങളും അതെടുക്കുകയും ചെയ്തിട്ടുണ്ട്, അത് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ അതിലൊന്നും ശരിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിലും വലിയ നാശനഷ്ടം ഉണ്ടാക്കാനും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിജയകരമായാണ് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയത്. അതിൽ നമുക്ക് തീർച്ചയായും അഭിമാനിക്കാം. അതിർത്തി പ്രദേശങ്ങളിലെ അല്ലാതെ പാകിസ്ഥാന്റെ ഉൾപ്രദേശത്തെ 9 തീവ്രവാദ കേന്ദ്രങ്ങളാണ് കൃത്യമായി ആക്രമണത്തിലൂടെ തകർത്തത്. വെറും 23 മിനിറ്റാണ് അതിനുവേണ്ടി വന്ന സമയം. ഇന്ത്യക്ക് ഒരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ല. എന്നിട്ടും ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള വിദേശ മാധ്യമങ്ങൾ പലതും എഴുതിയെന്നും അജിത് ഡോവൽ വിമർശിച്ചു. അതായത് ഇന്ത്യക്ക് നഷ്ടമില്ല എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് അജിത് ഡോവൽ.